എന്തിനാണിത് വിനിയോഗിച്ചതെന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ അന്വേഷണം നടക്കുമ്പോൾ കേട്ട രസകരമായൊരു തമാശയുണ്ട്. കോൺഗ്രസ്സുകാർക്ക് അതിൽ വലിയ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ പരാതി തോന്നേണ്ട കാര്യമില്ല. കാരണം BJP സമാഹരിച്ച ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടാനുകോടിയുടെ തുക കൂടുതലും പോയിട്ടുള്ളത് കോൺഗ്രസ്സുകാരിലേക്ക് തന്നെയാണ്. അവരെയൊക്കെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെയൊക്കെ അടുത്തേക്കാണ് ഈ പണം പോയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തമാശയുണ്ട്. രണ്ടാമത്തെ പ്രധാന കാര്യം, നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഈ രണ്ട് സർക്കാരുകളുടെ 14 മുതൽ 24 വരെയുള്ള രണ്ട് മോദി സർക്കാരുകൾ, ഈ നിയമം വരുന്നത് 17 അവതരിപ്പിച്ച് 18 നിയമമാകുന്നു. അതിനുശേഷം കോർപ്പറേറ്റ് ടാക്സിൽ കൊടുത്തിട്ടുള്ള വലിയ ഇളവുകൾ, അതിനനുസരിച്ച് കോർപ്പറേറ്റിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴിയും ഇലക്ട്രൽ ബോണ്ട് അല്ലാതെയും ഒരുപാട് പല സോഴ്സിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം. അപ്പോൾ അപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ അതിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഏതൊക്കെ വ്യക്തികൾ, ഏതൊക്കെ തരത്തിൽ, എവിടെ നിന്നൊക്കെ ഈ പണം BJPയിലേക്ക് ഈ പറഞ്ഞ കോടാനുകോടിയുടെ പണം എത്തി എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപം. ഇതിലേറ്റവും രസകരമായിരിക്കും മാധ്യമങ്ങളുടെ കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ NPC പരിശോധിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിനെ കൂടിയല്ലേ. കാരണം രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിച്ചു? ഒരു മൂല്യാധിഷ്ഠിതമായ വേറിട്ട നിലപാടെടുക്കാൻ അവർക്ക് ബാധ്യത ചെയ്തിരുന്നില്ല. അവരായിരുന്നു ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിലയ്ക്കും ഇടപെടൽ ശേഷിയില്ല എന്ന് നിരീക്ഷകരൊക്കെ വിധിച്ചു കഴിഞ്ഞ CPIM എടുത്തിട്ടാണ് ഇത്. അത് മാത്രമല്ല, ഇത് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിൽ NDA സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെന്താ ചെയ്തതെന്ന് ഒരു ധനബില്ലായി അവതരിപ്പിച്ചു. ധനബില്ലായി കഴിഞ്ഞാൽ, മണി ബില്ലായി കഴിഞ്ഞാൽ ലോക്സഭയുടെ മാത്രം അനുമതി. അന്ന് ഇതിനെ ഇടതുപക്ഷം ശക്തമായി എതിർത്തിരുന്നു. അന്ന് കോൺഗ്രസ് അതിന് എതിർത്തില്ല, ചർച്ച പോലും ഇല്ലാതെ കോൺഗ്രസിനകത്ത് എതിർപ്പുണ്ടായിരുന്നില്ല. ഇന്നലെ രാഹുൽ ഗാന്ധി അവസാനം ഇതിനെ സ്വാഗതം ചെയ്തു, ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്തു. അതിൽ ഇരട്ടത്താപ്പും വല്ലാത്തൊരു പരിഹാസമുണ്ട്. അതായത് 1200 കോടിക്ക് അടുത്താണ് കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിലൂടെ, അതായത് കോൺഗ്രസ് BJP വാങ്ങുന്ന പോലെ തന്നെയാണ്, ആരാണ് തന്നതെന്ന് ആരോടും പറയണ്ട, വോട്ട് ചെയ്ത വോട്ടർമാരോട് പറയണ്ട തങ്ങൾക്ക് ഈ പണം എവിടെ നിന്ന് കിട്ടി, വിവരാവകാശം വെച്ച് ഒരാൾക്കും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല. ഈ പണം ഏത് വ്യക്തിയിൽ നിന്ന്, ഏത് സ്ഥാപനത്തിൽ നിന്ന്, ഏത് രാജ്യത്ത് നിന്ന്, എവിടെ നിന്ന് എത്തിയെന്ന് പറയാൻ ഇത് BJPക്ക് കിട്ടിയ വലിയ, അവരുടെ നിലവിലെ സ്വാധീനത്തിനനുസരിച്ച് കിട്ടുന്ന 6 ഇരട്ടിയോളം കിട്ടുന്നു. കോൺഗ്രസിന് നിലവിലെ സ്വാധീനത്തിനനുസരിച്ച് 1200 കോടി കിട്ടും. ഇത് വേണ്ട എന്ന് വെക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. മോദി സർക്കാരിൻ്റെ ആ തീരുമാനത്തിനൊപ്പം നിന്ന് പണം കൈപ്പറ്റുകയും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ ചരിത്ര വിധി വരുമ്പോൾ മോദിയുടെ അഴിമതി തെളിഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ CPM ഒരു നിലപാട് സ്വീകരിച്ച് കേസിലേക്ക് പോയ ഘട്ടത്തിലെങ്കിലും ഒരു രാഷ്ട്രീയ തിരിച്ചറിവോടെ ആ കേസിൽ കക്ഷി ചേരണമായിരുന്നു. കക്ഷി ചേർന്നുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമായിരുന്നു. അതുപോലെ മറ്റു പാർട്ടികൾ തയ്യാറാകേണ്ടതുമായിരുന്നു. പലരും അതുണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആര് നാളെ കോൺഗ്രസിൽ നിന്ന് പോകും എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലെയുള്ള ആ അവസ്ഥ വരുന്നത് ഇതുകൊണ്ടാണ്. രാഷ്ട്രീയ ദീർഘവീക്ഷണമില്ലായ്മ, ഇടപെടൽ ശേഷിയില്ലായ്മ, അതുകൊണ്ടൊക്കെയാണ് അവർ അങ്ങനെ വന്നുപെടുന്നത്. അതിലൊരു രസകരമായ കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടോ കോൺഗ്രസിനോടോ MLA-മാരോടോ ചോദിച്ചാൽ CPM-ന്റെ പുറകെ പോകാൻ ഞങ്ങളില്ല എന്ന് പറയും. ഒരുപക്ഷെ ഇക്കാര്യത്തിലും ഇങ്ങനൊരു മറുപടി ചിലപ്പോൾ പ്രതീക്ഷിക്കാം നമുക്ക്. അതായത് CPM ആണ് കേസ് കൊടുത്തത്, CPM-ന്റെ പുറകെ കേസ് നടത്താൻ ഞങ്ങളില്ല എന്ന് പറയുന്ന നിലയിലൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരും. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെങ്കിൽ ഈ നിയമപരമായ പോരാട്ടത്തിന് കോൺഗ്രസിന് ഇറങ്ങാൻ കഴിയണമായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് വെക്കാൻ കഴിയണമായിരുന്നു. അത് രണ്ടും ചെയ്തിട്ടില്ല. മാധ്യമങ്ങളുടെ കുറ്റകരമായ മൗനം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഒപ്പം ചേർന്ന് നിൽക്കുന്നു. CPM-നെ കുറിച്ച് തെറ്റായ റിപ്പോർട്ടിംഗ് ഇന്നലെ ഈ വിധി വന്ന ഘട്ടത്തിൽ കേരളത്തിൽ പോലും, അത് വളരെ പ്രധാനമല്ലേ, കേരളത്തിൽ CPM-നെ കുറിച്ചൊരു വാർത്തയൊക്കെ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു ശ്രദ്ധയില്ലേ, ആ ശ്രദ്ധയിൽ പോലും CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് മാധ്യമങ്ങളും മാറുന്നു. ഇതെല്ലാം പക്ഷേ തുറന്നു കാട്ടപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ.